നമസ്കാരം. മൈ വ്യൂസ് ബൈ ലക്ഷ്മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ഫൈനൽ ഡേ ആണിന്ന്. അതായത് ഞങ്ങൾ തിരിച്ച് എറണാകുളത്തേക്ക് പോവുകയാണ്. അപ്പോൾ സാറ്റർഡേ വന്നു, മൺഡേ പോവുകയാണ്. മൺഡേ മോർണിംഗ് ആണ്. അപ്പോൾ ഇന്ന് രാവിലെ എന്ന് പറയുന്നത് കുറച്ച് ക്ലൗഡി ആയിട്ടുള്ള ദിവസമാണ്. ഇന്ന് അത്യാവശ്യം മഴയും പെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ദർശനത്തിനൊന്നും ഒരു കുഴപ്പമില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു മഴ കുഴപ്പമില്ല. പിന്നെ ഞാൻ ചെറുതായിട്ട് നിങ്ങളെ ഒന്ന് റൂംസൊക്കെ ഒന്ന് കാണിച്ചതാണ്. വലിയ സൗകര്യം എക്സ്പെക്ട് ചെയ്യരുത്. നമ്മുടെ പെറ്റ്സും ഒക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ഹോംലി ഫീല് കിട്ടുന്ന ഒരു വീട് തന്നെയാണിത്. 2 ബെഡ്റൂമാണ് ഞങ്ങൾ ഓക്യുപ്പൈ ചെയ്തത്. താഴെ ഒരു ബെഡ്റൂമും കൂടി ഉണ്ട്, അവിടെ വേറെ ആൾക്കാരുണ്ട്. പിന്നെ മുകളിൽ തന്നെ വേറൊരു ബെഡ്റൂമും കൂടി ഉണ്ട്. അപ്പം ഞങ്ങളുടെ റൂമിൽ കണ്ട പോലെ തന്നെ ബാൽക്കണിയൊക്കെ ഉണ്ട്. കുറച്ചും കൂടി സുഖമാണ്. കുറച്ചും കൂടി നമുക്കൊരു ഓപ്പൺ എയർ ഒക്കെ ആസ്വദിക്കാൻ പറ്റും. പിന്നെ സെൻട്രലാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു ഫോട്ടോ പോയിന്റ് ഒക്കെ ഉണ്ട്. കയറി വരുന്ന റൂമിൽ ചെറിയൊരു മിനിമലായിട്ടുള്ള സോഫയും അതുപോലെ ഡൈനിങ് ടേബിളും ഒക്കെ ഉണ്ട്. അത്യാവശ്യം നമുക്ക് ബെഡും അതുപോലെ തന്നെ കിടക്കയൊക്കെ അത്യാവശ്യം അതിനകത്തുണ്ട്. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം. തലോണയാട്ടെ ഞാൻ ഉദ്ദേശിച്ചത്. തലോണയൊക്കെ ഉണ്ട്. പിന്നെ അടുക്കളയാണെങ്കിലും നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു അടുക്കളയാണ്. അതിനകത്ത് എല്ലാ യൂട്ടൻസിൽസും എല്ലാം ഉണ്ട്. അപ്ലയൻസസും ഒക്കെ ഉണ്ട്. ഫ്രിഡ്ജും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. പ്ലേറ്റ്സ് അടക്കം അവൈലബിൾ ആണ്. നമുക്ക് അങ്ങോട്ട് ചെന്നാൽ മാത്രം മതി. ബാക്കി ഫുഡ് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഒക്കെ ആയിട്ട് പോയാൽ മതി. ബാക്കി യൂട്ടൻസിൽസിന്റെ കാര്യത്തിലൊന്നും പേടിക്കണ്ട. പിന്നെ എപ്പോഴും നമുക്ക് അവിടെ സഹായിക്കാനായിട്ട് ഒരാളുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ഗുണമാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും ക്വയറീസ് അവരോട് ചോദിക്കുകയും ചെയ്യാം. അവർ അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും നടത്തി തരുകയും ചെയ്യും. ഒരു പ്രശ്നവുമില്ല. നീറ്റാണ്, ഹൈജീനാണ്. അതാണ് ഇതിനകത്ത് പ്രൈം ആയിട്ടുള്ള കാര്യം. അപ്പം ഇതിന് മുന്നത്തെ തിരുവനന്തപുരത്ത് ഇതിലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെറ്റ്സ് അലൗ ചെയ്യുന്ന സ്ഥലമാണ് ഋതു ഹോം സ്റ്റേ എന്നുള്ളത്. അപ്പോൾ അവരുടെ തന്നെ വേറൊരു പ്രോപ്പർട്ടിയിലാണ് കഴിഞ്ഞ വട്ടം നിന്നത്, വേറൊരു പ്രോപ്പർട്ടിയിലാണ് ഇപ്പം നിൽക്കുന്നത്. അവർക്ക് ഇനിയും പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പം നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ റൂംസ് അവൈലബിൾ ആയിരിക്കും. പിന്നെ ഇന്നത്തെ ദിവസം ഞങ്ങൾ അങ്ങനെ തിരുവനന്തപുരമൊക്കെ കുറച്ച് ചെറിയൊരു ട്രിപ്പായിരുന്നു. ഒരു 2 days ആയിരുന്നു. നമ്മൾ അത്യാവശ്യം പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ പോയതുകൊണ്ട് തന്നെ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട്. അപ്പോൾ തിരിച്ചു പോകുമ്പം ഈ സ്കൂൾ ടൈം ആയിരുന്നു, ഓഫീസ് ടൈം സ്കൂൾ ടൈം ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും മഴയുണ്ട്. വിശപ്പിന്റെ വിളി വന്നു. പിന്നെ ഞങ്ങൾ കണ്ട ഒരു സ്ഥലത്ത് കയറി. കാര്യമായിട്ടൊന്നും നോക്കിയില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണം, അല്ലെങ്കിൽ പിന്നെ ഗ്യാസൊക്കെ കയറി പണിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കയറിയതാണ്. അപ്പം മസാല ദോശയും അതും ഒക്കെ കുറേ ഐറ്റംസ് നമ്മുടെ മോർണിംഗിൽ കിട്ടുന്ന കുറേ ഐറ്റംസിന്റെ ഒക്കെ ഫോട്ടോസ് കണ്ടിട്ടാണ് ഞങ്ങൾ കയറിയതെങ്കിലും അവിടെ ഇഡ്ഡലി മാത്രമേ അവൈലബിൾ ആയിരുന്നുള്ളൂ. പൊതുവേ ഞാൻ ഇഡ്ഡലി പ്രേമിയല്ല താനും. എന്നാലും ഞങ്ങൾക്ക് ഞാൻ അതിനകത്തൊരു മെയിനായിട്ട് കണ്ടത്, ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ നമുക്ക് രാമേശ്വരം കഫേയിലൊക്കെ കാണുന്ന ഒരു പൊടി ഇഡ്ഡലി എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ. അപ്പോൾ അത് അവിടെ കണ്ടു. അപ്പോൾ അത് ഞാൻ വാങ്ങി. ഏട്ടൻ സാധാരണ നോർമൽ ഇഡ്ഡലിയാണ്. പിന്നെ അച്ഛനും അമ്മയൊക്കെ നോർമൽ ഇഡ്ഡലി തന്നെയാണ് വാങ്ങിയത്. എനിക്കിതൊന്ന് കഴിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് വാങ്ങിച്ചതാണ്. കുഴപ്പമില്ലായിരുന്നു, ടേസ്റ്റി ആയിരുന്നു. പിന്നെ ഞങ്ങൾ അച്ഛനും അമ്മേനെയും വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ ഒരു ചായയും കുടിച്ചു. അപ്പം ഇതായിരുന്നു ആ ഒരു റെസ്റ്റോറൻറ്റ്. തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ശേഷം ഞങ്ങൾ പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ കയറുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ട്രാവലൊന്നും ഞങ്ങൾ അധികം എടുത്തില്ല. അപ്പം ഇതിൻ്റെ ആംബിയൻസ് അടിപൊളിയാട്ടോ. ലഞ്ച് കഴിക്കാൻ കയറിയതാണ്. ഇത് കോട്ടയത്താണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത്യാവശ്യം നല്ലൊരു ഏരിയ ആണ്. അവർക്ക് നല്ല സീനറിയൊക്കെ ഉള്ള ഒരു എന്താ പറയുക, 4 കെട്ടോ അങ്ങനെയൊക്കെയുള്ള കുറേ ഗ്രീനറി ഒക്കെ ഉള്ള ചങ്ങനാശ്ശേരിയിലാണ്. അപ്പം നല്ല സീഗ്രിൽ നാട്ടോ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അത് പേര് പോലെ തന്നെ ഫിഷും കാര്യങ്ങൾക്കൊക്കെയാണ് ഭയങ്കര എന്താ പറയുക ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പം അത്യാവശ്യം ആൾക്കാരുണ്ട്. നമുക്ക് നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അവർ ഞങ്ങൾക്ക് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു സ്പേസ് തന്നു. അപ്പോൾ പോപ്പി ഉണ്ട്. അതായത് പോപ്പിയും ഏട്ടനും കൂടി പുറത്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ എന്താ ആൾ അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ പോപ്പി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊരു പ്രൈവറ്റ് സ്പേസ് തരാമെന്ന് പറഞ്ഞു. അതൊരു വലിയ കാര്യമായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി കഴിക്കുകയാണ്. അപ്പം അവർ കുറേ ഞങ്ങളോട് ചോദിച്ചു ഫിഷ് ഫ്രൈ എടുക്കട്ടെ, കാരണം ഇവിടെ എല്ലാവരും വരുന്നത് ഫിഷ് ഫ്രൈ അല്ലെങ്കിൽ പൊള്ളിച്ചത് പല സൈസിലുള്ളതൊക്കെ അവൈലബിൾ ആണ് ഫിഷ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ യാത്ര ചെയ്യുന്ന കാരണം ഒരുപാട് ഈ വറുത്തതും പൊരിച്ചതും ഒന്നും കഴിക്കാൻ നിന്നില്ല. അപ്പം ഞങ്ങളൊരു ഊണാണ് കഴിച്ചത്. അതൊരു മീൽസ് ആയിരുന്നു. അതായത് എന്താ പറയുക, കുറേ അധികം ഐറ്റംസ് ഉണ്ട് അതിനകത്ത്. ഉണക്കമീൻ്റെ തന്നെ കുറേ ഐറ്റംസ് ഉണ്ട്.
അത്യാവശ്യം കുറേ നമ്മൾ സാധാരണ കാണുന്ന ഒരു മീൽസ് അല്ല, ഒരു സദ്യ തന്നെയാണ്. പക്ഷെ ഫിഷ് കറി ഉണ്ട്, അതുപോലെ തന്നെ ഫിഷിന്റെ തന്നെ പീര വറ്റിച്ചതുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഐറ്റംസ്, അവിയൽ, പിന്നെ നോർമലായിട്ടുള്ള സാമ്പാർ, പുളിശ്ശേരി, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് ഉണ്ട്, രസമുണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ലാതായിരുന്നു. ഇപ്പം ഞങ്ങളുടെ കോലം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിരി വരുമായിരിക്കും. ഉച്ച സമയമാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കയ്യിലുള്ള ഷെയ്ഡ്സ് ഒക്കെ എടുത്തിട്ട് ഇരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇവരുടെയൊക്കെ റിയാക്ഷൻ കാണുമ്പോൾ എനിക്കത് ചിരി വരുന്നുണ്ട്. പോപ്പി മാത്രമേ ഉള്ളൂ അതിനകത്ത് ഷെയ്ഡ്സ് ഒന്നും വെക്കാതിരിക്കുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊക്കെ ഉറക്കമായി. ഊണ് കഴിച്ചത് അത്യാവശ്യം നല്ല ഫുള്ളായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറക്കമൊക്കെ വന്നു തുടങ്ങി. എന്നാലും കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എൻ്റെ ഹസ്ബൻഡിന് മൈഗ്രെയിൻ്റെ ഡേ ആയിരുന്നു. അതുകൊണ്ട് ആൾക്ക് വലിയ സുഖമൊന്നും ഉണ്ടായിട്ടില്ല, ഫുഡും കഴിച്ചിട്ടില്ല. എന്നാലും നമ്മുടെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വട്ടം ഞങ്ങളുടെ തിരുവനന്തപുരം വ്ളോഗിലിട്ടപ്പം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു സ്ഥലം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങൾ പഴംപൊരിയും അതുപോലെ തന്നെ എന്തായിരുന്നു ചിക്കൻ റോള്, എനിക്ക് ഓർമ്മ കിട്ടുന്നത്, ചിക്കൻ റോളൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അതേ സ്പേസിൽ അതേ സ്പോട്ടിൽ തന്നെ ഇന്ന് തിരിച്ചു പോകുമ്പോഴും കയറണം എന്ന് പറഞ്ഞു. കാരണം അച്ഛനും അമ്മയൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ എനിക്കും അന്ന് ആ ഒരു പഴംപൊരി കഴിച്ചതിൻ്റെയൊക്കെ ഒരു രുചി നാവിലിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പോകുന്ന വഴിക്ക് നമുക്ക് അവിടെ കയറണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ഷോപ്പ് നിങ്ങളെ കാണിക്കുക കേട്ടോ. ഒരുപാട് സെലിബ്രിറ്റീസ് വന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് ഞാൻ അതിനകത്ത് ഫോട്ടോസ് കാണിക്കുന്നുണ്ട്. എല്ലാവരുടെയും ഫോട്ടോസൊക്കെ അവരിങ്ങനെ കാണിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഇരുന്ന് കഴിക്കാനൊക്കെയുള്ള സ്പേസ് ഉണ്ട്. അവിടെയുള്ള ആളുകളൊക്കെ തന്നെ വരുന്നതാണ് വൈകുന്നേരം ചായക്കൊക്കെ ആയിട്ട്. ചായയൊക്കെ അടിപൊളിയായിട്ട് അടിക്കുന്നുണ്ട്. ചായ മാത്രമൊന്നുമല്ല കേട്ടോ, എല്ലാം ഉണ്ട്. ഷേക്കും, കുലുക്കി സർബത്ത്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് കാണിക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ സമയം കൈവച്ച് പോവല്ലേ. ഇപ്പം തിരിച്ച് ഞങ്ങൾക്കൊന്ന് ഇരുട്ടാവുന്നതിന് മുമ്പ് എത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വീഡിയോയ്ക്ക് നിന്നില്ല എന്ന് മാത്രം. പക്ഷെ വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ്. ഞങ്ങൾ ഓർമ്മയുണ്ട്, കഴിഞ്ഞ വട്ടം വന്നവരല്ലേ എന്ന് ഇങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ നല്ലൊരു അറേഞ്ച്മെന്റ്സ് ആണ്. അതിനകത്തൊരു പെർട്ടിക്കുലർ ഐറ്റം എനിക്ക് പറയാനുള്ളത്, അവിടെ ഒരു കേക്ക് ഉണ്ടായിരുന്നു. 90s ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഒരു 3 ലെയർ ആയിട്ടുള്ള ഒരു കേക്കാണ്. അന്ന് ഈ ക്രീം കേക്ക് ഒന്നും വലിയ വലിയ ഫെമിലിയർ അല്ല നമുക്ക് ആർക്കും. ക്രീം കേക്ക് എന്നൊക്കെ പറയുന്നത് ഷുഗർ കോട്ടഡ് ആയിട്ടുള്ള ഒരു ഷുഗർ കട്ടിക്ക് കിട്ടുന്ന ഒരു കേക്കാണ് നമുക്ക് അന്നൊക്കെ ഉള്ളത്. അപ്പം അതിനേക്കാളും കൂടുതൽ ഈ പീസ് ആയിട്ടുള്ള ഈ കേക്കാണ് നമ്മളൊക്കെ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും തീർച്ചയായിട്ടും വേണമെന്ന് പറഞ്ഞു. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ചിക്കൻ റോളും അതുപോലെ അവിടെ നിന്ന് കട്ട്ലറ്റും പിന്നെ പഴംപൊരിയും എല്ലാം നമ്മൾ വാങ്ങി. എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ ഞാൻ ഈ പറഞ്ഞ കേക്കും ഉണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതിനകത്ത് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് കഴിച്ചിട്ടുള്ള ഓർമ്മയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. 90s ജനിച്ചിരിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. 80s കാര്യം എനിക്കറിയത്തില്ല. അപ്പോൾ ഇതറിയാവുന്ന ഒരു കേക്കാണ്. എനിക്കത് കണ്ടപ്പോൾ ഒരു ഭയങ്കര നൊസ്റ്റു അടിച്ചു. സ്കൂളിൽ പോയിട്ട് വരുമ്പം അച്ഛനുമായിട്ട് ബേക്കറി കയറുന്നതും കഴിക്കുന്നതും ഒക്കെ എൻ്റെ ഓർമ്മയിൽ വന്നു. പിന്നെ ആ ടേസ്റ്റും പക്ക അതുപോലെ തന്നെയുണ്ട്. ഈ ഭാഗത്തൊന്നും ബേക്കറീസിൽ ഈ ഒരു കേക്ക് അവൈലബിൾ അല്ല ഇപ്പം. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി. പിന്നെ ആ ഒരു പെർട്ടിക്കുലർ ഷോപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ, ആ ബേക്കറിനെ പറ്റി പറയാനാണെങ്കിൽ, അവിടെ എല്ലാ ഐറ്റംസിനും അത്യാവശ്യം നല്ല വിലക്കുറവാണെങ്കിലും ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ലാത്ത രീതിക്കാണ് കേട്ടോ. നല്ല രസമാണ്, നല്ല ആളുകളാണ്, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഇനിയും ആ വഴി പോകുമ്പം തീർച്ചയായിട്ടും അവിടെ പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ശരിക്കും അങ്ങോട്ട് പോകുമ്പോൾ കയറണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ, പക്ഷെ അത് നടന്നില്ല. പിന്നെ ആ സമയവും ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അധികം നേരം ആയിട്ടില്ലാത്തത് കൊണ്ട് ഞങ്ങൾ കയറാതിരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ റൂട്ടിൽ പോകുന്നവരുണ്ടെങ്കിൽ ആ ഭാഗത്തെത്തുമ്പോൾ ചങ്ങനാശ്ശേരി ആയിരുന്നില്ലല്ലോ ആ ഭാഗം, ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും പെർട്ടിക്കുലർ. ഞാൻ എന്തായാലും അതിൻ്റെ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, മരിയ എന്നോ മറ്റോ ആണ് അതിൻ്റെ പേര്. അപ്പോൾ അത് നിങ്ങളൊന്ന് നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് കയറി നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. വൈക്കം കഴിഞ്ഞിട്ടാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കയറി നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല സർവീസാണ്, നല്ല ഭക്ഷണമാണ്. വയറിന് പിടിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര കാര്യമായിട്ട് നിങ്ങളോട് പറയുന്നത്. ഞാൻ പറഞ്ഞ കേക്ക് ഇതാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കേക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നിങ്ങൾ എത്ര പേര് ഇത് കഴിച്ചിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നേ ഉള്ളൂ, അധികം നേരമൊന്നും ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തില്ല. പോപ്പീനെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ഞങ്ങൾ അവിടെ നിന്നതും നിർത്തിയതും ഒക്കെ. ആ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നടന്നു. പിന്നെ ഞങ്ങൾ യാത്ര തുടരുകയാണ്.
നല്ല സീനറീസ് ആണ്. നമുക്ക് ആ ഒരു സമയവും കാര്യം ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോഴും നമുക്ക് ക്ലൗഡി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നല്ലോ അന്ന്. അപ്പോൾ അതുകൊണ്ട് നമുക്കധികം വെയിലിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. യാത്രയും സുഗമമായിരുന്നു, നന്നായിട്ട് പോരാൻ പറ്റി. അപ്പോൾ ഇനിയും ഞങ്ങൾ ഈ റൂട്ടിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് പോരാൻ വേണ്ടിയിട്ടുള്ള കുറേ മെമ്മറീസ് ഇവട്ടം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്യാവശ്യം ഞങ്ങൾ തമാശയൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. പിന്നെ പോപ്പിയുടെ വക കുത്തിമാറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ആകെ ഡൗൺ ആയി പോയൊരു സമയം എന്ന് പറയുന്നത് കാക്കനാട് എത്തിയപ്പോഴാണ്. കാക്കനാട് ബ്ലോക്ക് പറയാൻ വയ്യ. അവിടെ ഈ പണി നടക്കുന്ന കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു തരത്തിലും നമ്മൾ ഇത്രയും ബ്ലോക്കൊക്കെ കടന്ന് വന്നിട്ടുണ്ടെങ്കിലും കാക്കനാട് എത്തിയപ്പോഴാണ് ഏകദേശം ഞങ്ങൾക്ക് ദേഷ്യം വന്ന പോലെ. കാരണം ആളുകൾക്കൊന്നും ഒരു ഇതില്ലാത്ത പോലെയാണ്. നേരെ വരുന്നു, ഒരു തരത്തിലുള്ള റൂൾസ് നോക്കാതെ. കാര്യം ശരിയാണ്, ബ്ലോക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളെല്ലാവരും ഒരുപോലെ റൂൾസൊക്കെ നോക്കി നടന്നാലല്ലേ നമുക്ക് നേരത്തിനും കാലത്തിനും വീട്ടിലെത്താൻ പറ്റൂ. ഇത് കുറച്ചു പേർക്ക് മാത്രം നേരത്തെ വീട്ടിലെത്തണം എന്നുള്ള ഒരു രീതിക്കാണ് ആ പോക്ക്. അപ്പം അതിനോട് ഞാൻ തീരെ യോജിക്കുന്നില്ല. എനിക്ക് അത്യാവശ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് ദേഷ്യം വിഷമമൊക്കെ ഉണ്ടായി. അപ്പം അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വ്ലോഗ് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. അപ്പം ഞങ്ങൾ അറിയിക്കുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക. അപ്പോൾ അടുത്ത നല്ലൊരു വ്ലോഗുമായിട്ട് വരുന്നത് വരെ താങ്ക് യു.